ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് കുറച്ച് ഗ്ലോബൽ ലീഡേഴ്സ്, ലോക നേതാക്കൾ എന്നറിയപ്പെടുന്ന കുറച്ച് ആൾക്കാരുടെ വിഡ്ഢിത്തരങ്ങളും അവരുടെ ചില കുൽസിത പ്രവൃത്തികളും. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ഇന്ന് നോക്കുന്നത് പറഞ്ഞാൽ ഈ ഡിസബിലിറ്റി ഉള്ള ആൾക്കാർ, നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, ഈ അംഗവൈകല്യമുള്ള ആൾക്കാർ, ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ഒരു കമ്മ്യൂണിറ്റിയെ നമ്മൾ ആ രീതിയിൽ പോലും ഐഡൻറ്റിഫൈ ചെയ്യാറില്ല, വിളിക്കാറില്ല, ആ പദം പോലും ഉപയോഗിക്കാറില്ല. ഇതിനു മുമ്പ് അവരെ ഹാൻഡിക്യാപ്ഡ് എന്ന് വിളിച്ചിരുന്നു. ആ ഒരു ടേം തന്നെ ലോകത്തിൽ നിന്നും അപ്രത്യക്ഷമായിരിക്കുകയാണ്. ഹാൻഡിക്യാപ്ഡ് എന്ന് നമ്മളിപ്പോൾ വിളിക്കാറില്ല. പിന്നെ അവർ ഇപ്പം ശരിക്കും പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ എന്നാണ് ഇപ്പോൾ വിളിക്കുന്നത്. പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ. സാധാരണക്കാരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഓരോരുത്തരും, എല്ലാവരും അംഗവൈകല്യമുള്ള ആൾക്കാർ തന്നെയാണ്. അത് ഫിസിക്കലി അല്ലെങ്കിൽ മെൻ്റലി. നമ്മൾ പൊതുവിൽ ഫേസ് ചെയ്യുന്ന ഓരോ വിഷയങ്ങളോടും നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, അപ്പോൾ അതൊക്കെ വെച്ച് നമ്മൾ ഒരു കാൽക്കുലേഷനിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് തന്നെ ഒരുപാട് വൈകല്യങ്ങളുണ്ട്. അത് അൺഡിനയബിൾ ആയിട്ടുള്ള ഒരു ട്രൂത്താണ്. ഈ പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത് അവർ പൊരുതി ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അത് നമ്മൾ അങ്ങനെ തന്നെയാണ് അതിനെ കണക്കാക്കുന്നത്. ഈ പുതിയതായിട്ട് വന്നിരിക്കുന്ന പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്ന ആൾക്കാരുടെ നമ്മൾ അങ്ങോട്ട് ചെന്ന് സഹായിക്കാൻ പാടില്ല. അതാണ് ഇപ്പോൾ പുതിയ നിയമം. കാരണം അവർക്ക് ഒരു അപകർഷതാബോധം ഉണ്ടാക്കി കൊടുക്കുകയാണ് നിങ്ങളുടെ സഹായം ചെയ്യുന്ന ആ ഒരു മെൻറ്റാലിറ്റിയിലൂടെ. അവരെ സഹായിക്കുന്നതിലൂടെ നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ അവരെ സഹായിക്കുക എന്നുള്ളതാണ്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അവരെ സഹായിക്കുകയല്ല ചെയ്യുന്നത്. അവർക്കൊരു കുറവുണ്ട്, നിങ്ങൾ അവരെക്കാളും കുറച്ച് നിലവാരം കൂടിയ ആളാണ്, ഉന്നത നിലവാരത്തിലുള്ള ആൾക്കാരാണ്. മീൻസ് അവരെക്കാളും നിങ്ങൾ, അതായത് മാനുഫാക്ചർഡ് ബൈ ബെറ്റർ ബിൽഡ് എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് നിങ്ങൾ അവരെ സമീപിക്കുന്നതായിട്ടാണ് അവർക്കത് തോന്നുക. അപ്പോൾ അതുകൊണ്ട് ഈ പുതിയ നിയമപ്രകാരം അവരെ നമ്മൾ അങ്ങോട്ട് ചെന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്യാൻ പാടില്ല, അൺലെസ് അവർ ചോദിക്കുന്ന സാഹചര്യം വരുന്നത് വരെ. അല്ലെങ്കിൽ നമ്മൾക്ക് അവർക്കൊരു അപകടം പറ്റുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നത് വരെ നമ്മൾ അവരെ അപ്രോച്ച് ചെയ്ത് ഒരു ഹെൽപ്പ് ചെയ്യാൻ പാടില്ല. അത് പ്രത്യേകിച്ച് ഈ അപകടമുണ്ടാകുന്ന സാഹചര്യത്തിലോ ഈ റോട്ടിലോ അങ്ങനെയുള്ള കാര്യങ്ങളല്ല പറയുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരാൾ ഒരു ഹോട്ടലിലേക്ക് അവരിപ്പം ചെക്ക് ഇൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അവിടെ ഇതേപോലെ പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ കാറ്റഗറിയിൽപ്പെട്ട ഒരാൾ വരികയാണ്. അവർക്ക് വേണ്ട റൈറ്റ് അവിടെ കരുതണം. അവർക്ക് വീൽ ചെയർ വേണം, അവർക്ക് കയറി വരാനുള്ള റാമ്പ് ബിൽഡപ്പ് അവിടെ ഉണ്ടായിരിക്കണം, അവർക്കുള്ള ബാത്റൂം യൂസേജിനുള്ള ഫെസിലിറ്റി അവിടെ ഉണ്ടായിരിക്കണം. കാരണം അവർ വീൽ ചെയർ ത്രൂ ആയിരിക്കും ബാത്റൂമിലേക്ക് പോവുക. അപ്പോൾ അങ്ങനത്തെ സംഗതികളൊക്കെ ഉണ്ടായിരിക്കണം. ആ രീതിയിലുള്ള റൂൾസും റെഗുലേഷൻസ് ഒക്കെ ഡെവലപ്പായി നല്ല രീതിയിൽ പുരോഗമിച്ച് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു മോഡേൺ ഹ്യൂമൻ സൊസൈറ്റിയാണ് ഇപ്പം നിലവിലുള്ളത്. ആ സാഹചര്യത്തിൽ സ്ത്രീകളോടുള്ള സമീപനം, ഈ സ്ത്രീകളെയും ഇതേ കാറ്റഗറിയിൽ പെടുത്തിക്കൊണ്ട് അവരോട് പെരുമാറുന്ന കുറേ ലോക നേതാക്കളുണ്ട് ഇപ്പം നിലവിൽ. അതിൽ നമ്പർ 1 ട്രംപ്, ഡൊണാൾഡ് ട്രംപ്. നമ്പർ 2 തായിബ് എർദോഗൻ, തുർക്കിയിലെ തായിബ് എർദോഗൻ. നമ്പർ 3 അൽബേനിയൻ പ്രൈം മിനിസ്റ്റർ എഡി റാമർ. ഈ 3 പേരുടെയും പേര് ഞാൻ എടുത്തു പറയാനുള്ള കാരണം വെച്ചാൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഉണ്ടായ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ ജോർജിയ മെലോണി എന്ന് പറഞ്ഞിട്ട് ഒരു ലേഡി ഉണ്ട്. ഇറ്റലിയിലെ പ്രധാനമന്ത്രിയാണ്. വളരെ ചെറുപ്പകാലം തൊട്ടേ ഫാർ റൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇറ്റലിയിലെ ഒറിജിൻ ആയിട്ടുള്ള ആ ഒരു സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് അവർ നിരന്തരം പ്രസംഗിക്കുകയും അതിലൂടെ ആ ഒരു ആശയത്തിലൂടെ ഊന്നി അവർ ഫാർ റൈറ്റ് നിലപാട് ശക്തമായി ഇറ്റലിയിൽ അവതരിപ്പിച്ചുകൊണ്ട് ഇറ്റലിയിലെ ഭരണം പിടിച്ചടക്കിയ ഒരു വ്യക്തിയാണ് ജോർജിയ മെലോണി. വളരെ സ്ട്രോങ് ആയിട്ടുള്ള, ബോൾഡ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. അപ്പം ഇവരെക്കുറിച്ച് അഭിസംബോധന ചെയ്യുന്ന സമയത്ത് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ലോകത്ത് പലതരത്തിലുള്ള ഗോസിപ്പുകൾ, അതായത് ഗോസിപ്പ് മീൻസ് അവരുടെ ഐബോൾ മൂവ്മെൻറ്റ്, അവരുടെ ഓരോ ചേഷ്ടകൾ, ഇതൊക്കെ ക്യാമറയിൽ ഒപ്പിയെടുത്തുകൊണ്ട് അതിനെ ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് അവരെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രചാരണങ്ങളാണ് നടക്കുന്നത്. പലപ്പോഴായിട്ട് ലോകത്ത് ഇങ്ങനെ ഉയർന്നു വരുന്ന ഈ സ്ത്രീകളായിട്ടുള്ള നേതാക്കളെ അടിച്ചമർത്തുന്ന പ്രവണത, അതുപോലെ തന്നെ അവർ സ്ത്രീ എന്നുള്ള നിലയിൽ അപമാനിക്കുന്ന രീതിയിലുള്ള പല പ്രവൃത്തികളും നടക്കാറുണ്ട്. അപ്പോൾ അതിനിപ്പോൾ ഇരയായിരിക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി. അവർക്കെതിരെ ഒരു കേസ് ICC രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് ഇസ്രായേലിന് ആയുധം സപ്ലൈ ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷേ ഇതേ സമയം ഇസ്രായേലിന് ആയുധം കൊടുക്കുന്ന ഒരുപാട് രാജ്യങ്ങളിൽ മെയിൽ നേതാക്കളായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ ജർമ്മനിയിലെ മെർസ് ഫ്രെഡറിക് ആയിക്കോട്ടെ, അതേപോലെ UK കീർ സ്റ്റാർമർ ആയിക്കോട്ടെ, ഇവരൊക്കെ ഇസ്രായേലിന് ആയുധം കൊടുത്ത ലിസ്റ്റിൽ വരുന്ന ആൾക്കാരാണ്. പക്ഷെ അവർക്കെതിരെ ഒന്നും എവിടെയും കേസില്ല. പക്ഷേ ഇവർക്കെതിരെ കേസുണ്ട്. അതായത് ഒരു ലേഡിയെ എങ്ങനെ തളർത്താം, അതിൽ വളരെ അഗ്രഗണ്യരായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അവരൊരു ഗ്രൂപ്പായിട്ട് ഇപ്പോഴും പ്രവർത്തിക്കുന്നതുകൊണ്ട് നമുക്കറിയത്തില്ല. ഇതിനകത്ത് 2-3 ആൾക്കാരെ കുറിച്ച് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഗാസ പീസ് സബ്മിറ്റ്, ഷർമൽ ഷേഖ് എന്ന് പറഞ്ഞ് ഈജിപ്തിൽ വെച്ച് നടന്ന പീസ് 2025 എന്ന് പറഞ്ഞ ഈവെന്റിലേക്ക് ആകെ കൂടി വന്നിരുന്ന ഒരു ലേഡി ഗ്ലോബൽ ലീഡർ എന്ന് പറയുന്നത് ജോർജിയ മെലോണിയാണ്. അവർ നേരെ ട്രംപിന്റെ പുറകിൽ നിൽക്കുകയാണ്. അവരെക്കുറിച്ച് ട്രംപ് പറയുകയാണ് ബ്യൂട്ടിഫുൾ വുമൺ. അതായത് അമേരിക്കയിൽ സ്ത്രീകളെ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പൊസിഷൻ അപ്പം തന്നെ താഴെ വീഴും. അതായത് അവർക്കെതിരെ അപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ കേസ് വരും, എലിഗേഷൻസ് വരും, അവർ പദവിയിൽ നിന്നും ഇറങ്ങിപ്പോകേണ്ടി വരും എന്നുള്ള ഒരു ആക്ഷേപഹാസ്യത്തോടു കൂടിയാണ് ട്രംപ് ആ ലേഡിയെ കുറിച്ച് പറഞ്ഞത്. എന്നിട്ട് ഞാനിപ്പോൾ എൻ്റെ അവസരം എടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് അവരെ തിരിഞ്ഞു നോക്കിയിട്ട് നിങ്ങൾ വളരെ സുന്ദരിയാണ് എന്ന് പറയുന്ന ഒരു ഉളുപ്പില്ലാത്ത
ട്രംപിനെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതായത് ഇയാളെ പോലത്തെ അത്രയും പവറുള്ള അതുപോലെ തന്നെ ഒരു ഫാർ റൈറ്റ് ചിന്താഗതിയുള്ള പൊളിറ്റീഷ്യനാണ് ഈ ജോർജിയ മെലോണി. I'm not allowed to say it because usually it's the end of your political career if you say it. She's a beautiful young woman. Where is she? There she is. You don't mind being called beautiful, right? Because you are. ട്രംപിന് അവരെ എടുത്തു പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് പോയിന്റുകളുണ്ട്. പക്ഷേ ട്രംപിന്റെ മനസ്സിൽ പോയിന്റ് വരുന്നില്ല. ട്രംപിന്റെ മനസ്സിൽ ബ്യൂട്ടിയും അവരുടെ ചാം, യങ്, അവരുടെ ഡ്രസ്സിങ്, ഇതൊക്കെ തന്നെയാണ് അയാളുടെ മനസ്സിൽ വരുന്നത്. അപ്പൊ ഈ ഒരു കാഴ്ചപ്പാട് അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അവിടെ ഗാസ പീസ് സബ്മിറ്റ് ആണ്. അതായത് ലക്ഷക്കണക്കിൽ ജനങ്ങൾ മരിച്ചു വീണ് അതിനൊരു സമാധാനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് ഇസ്രായേലുമായിട്ട് സംസാരിച്ചിട്ട് പീസ് ട്രീറ്റി നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്താണ് ഈ ഡൊണാൾഡ് ട്രംപ് ഈ രീതിയിൽ പെരുമാറുന്നത്. ഇനിയിപ്പോൾ അടുത്ത വ്യക്തിയിലോട്ട് വരാം. ഇയാളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് റെസ്പെക്റ്റ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ തുർക്കിയിലെ തയ്യബ് എർദോഗൻ, ഇവരുടെയൊക്കെ പ്രായം നോക്കൂ നിങ്ങൾ. ഇവരുടെയൊക്കെ പ്രായം നോക്കൂ, ഇവരുടെയൊക്കെ വൈകല്യങ്ങൾ നോക്കൂ, ഇവരുടെയൊക്കെ മാനസികാവസ്ഥ നോക്കൂ. ഇവരൊക്കെയാണ് ഈ രാജ്യം ഭരിക്കുന്നത്. ഇത്രയും സില്ലി ആയിട്ടുള്ളത്. തയ്യബ് എർദോഗൻ ആ റൂമിലേക്ക് കടന്നു വരുന്നു. ജോർജിയ മെലോണി ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നു, വളരെ മര്യാദയായിട്ട് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നു. എന്നിട്ട് ഈ ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി വന്ന തയ്യബ് എർദോഗൻ ഗാസയിലെ യുദ്ധമൊക്കെ മറന്നു. മെലോണിയെ കണ്ടപ്പോഴത്തേക്കും ആശാന് കിളി പോയി. ഇനി എന്ത് പറയണമെന്ന് അറിയത്തില്ല. ട്രംപ് ഒരു ഡയലോഗ് പറഞ്ഞു വരുമ്പോൾ അതിനെ വെല്ലുന്ന ഡയലോഗ് പറയണമല്ലോ. അപ്പോൾ ഉപദേശം എന്താണ്? ഉപദേശം, നിങ്ങളുടെ സ്മോക്കിങ്ങിനെ കുറിച്ച് ഞാൻ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. എന്തേ, ജോർജിയ മെലോണി ഒരേ ഒരു ലേഡി മാത്രമാണോ ഈ യൂറോപ്പിൽ ആകെ കൂടി സ്മോക്ക് ചെയ്യുന്നത്? സ്മോക്ക് ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങളുടെ സ്മോക്കിംഗ് നിർത്തണം എന്നുള്ള ഉപദേശം. അതും പുള്ളിക്കാരന് ജോർജിയ മെലോണിയുടെ ഇറ്റാലിയൻ ഭാഷയിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിലോ പറയാൻ അറിയില്ല. അത് ട്രാൻസ്ലേറ്ററെ വെച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. അതിനെ ക്യാമറ ഒപ്പിയെടുക്കുകയാണ്. ഈ ക്യാമറ എന്ന് പറഞ്ഞാൽ ഗ്ലോബലി വിളിച്ച് പറയുകയാണ് ജോർജിയ മെലോണി ഒരു ചെയിൻ സ്മോക്കറാണെന്ന്. അപ്പോൾ അവരതിൽ നിന്ന് വഴുതി മാറി, ഓക്കെ ഐ നോ ദാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് മാറിപ്പോവുകയാണ് ചെയ്തത്. ഞാൻ അതായത് സ്ട്രെസ്സിലാണ് അവർ. ആ സ്ട്രെസ് അങ്ങനെയാണെങ്കിൽ ഞാൻ ആരെങ്കിലും തല്ലി കൊല്ലേണ്ടി വരും എന്നുള്ള ഡയലോഗൊക്കെ പറഞ്ഞിട്ട് അവരവിടെ പോയി ഇരിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ മുഖത്ത് നോക്കി ഇപ്പുറത്ത് നിൽക്കുന്ന ഇമ്മാനുവൽ മാക്രോൺ ഒരു വളിച്ച ചിരി അങ്ങ് ചിരിക്കുന്നുണ്ട്. Sigarayı bıraktırmam lazım. But I have to make you stop smoking somehow. I know. I don't want to kill somebody. Yeah. അതായത് ഇയാളെ പോലെ തന്നെ ഈക്വൽ ആയിട്ട് കരുതേണ്ട ഒരു ലേഡിയാണ് ഈ രീതിയിൽ പബ്ലിക്കലി അപമാനിക്കുന്നത്. അത് അവരെ ഉപദേശിക്കുന്നത് പോലെയുള്ള അപമാനം. ഇനി അടുത്ത വ്യക്തിയിലേക്ക് വരാം. എഡി റാമർ അൽബേനിയയുടെ പ്രൈം മിനിസ്റ്ററാണ്. പുള്ളിക്കാരൻ റെഡ് കാർപ്പറ്റ് വിരിച്ച് മെലോണിയയെ അൽബേനിയയിൽ നടന്ന ഒരു സബ്മിറ്റിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. മറ്റുള്ള ലോക നേതാക്കളെ ഒന്നും ക്ഷണിച്ചിട്ടില്ല. അന്ന് ഈ ജോർജിയ മെലോണി മാത്രമാണ് ക്ഷണിച്ചിരിക്കുന്നത്. ജോർജിയ മെലോണി റെഡ് കാർപ്പറ്റിൽ ഇറങ്ങി സ്റ്റെപ്പ് അപ്പ് ചെയ്ത് ഇങ്ങനെ നടന്ന് വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ എഡി റാമർ എന്ന് പറഞ്ഞ മഹാൻ നീ ഡൗൺ ചെയ്യാണ്, മുട്ടിലിരിക്കുകയാണ്. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്, മുട്ടിലിരുന്ന് ബൊക്കെ കൊടുത്ത് എന്തോ കാമുകിയെ സ്വീകരിക്കുന്ന ഒരു രംഗമാണ് അവിടെ എഡി റാമർ നടത്തിയത്. He only does it to be cool as me. അതായത് അൽബേനിയൻ ജനങ്ങൾ ഇയാളെ ഓർത്ത് ലജ്ജിക്കണ്ടേ? ഇനി ഇതിൽ കൂടുതൽ ഞാൻ ഈ വിഷയത്തിൽ പറയാൻ ഒന്നും ബാക്കിയില്ല. മനസ്സിലായി? ഇതാണ് ശരിക്കുമുള്ള അവസ്ഥ. ഇതേപോലെ അപമാനങ്ങൾ, അതായത് ഇങ്ങനെ സുഖിപ്പിക്കുന്ന പോലെയുള്ള അപമാനങ്ങൾ, ഞാൻ പറയുന്ന രീതി മനസ്സിലായല്ലോ. ഇവിടെ ഞാൻ എന്തുകൊണ്ടാണ് ഈ പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷനെ ഞാൻ ഉദ്ധരിച്ച് ഇവിടെ കാര്യം എക്സാമ്പിൾ ചെയ്ത് തന്നത്? നമ്മൾ പലരെയും അഭിനന്ദിക്കുന്നു, അനുമോദിക്കുന്നു, സഹായിക്കുന്നു എന്നുള്ള പേരിൽ അവരെ ഉപദ്രവിക്കുകയാണ്. ആ രീതിയിലുള്ളൊരു ഉപദ്രവമാണ് ഇവിടെ ആഗോളതലത്തിൽ ജോർജിയ മെലോണിക്കെതിരെ നടക്കുന്നത്. ഇതേ രീതിയിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച കുറേ ഗ്ലോബൽ ലീഡേഴ്സ് ഉണ്ട്, ലേഡി ലീഡേഴ്സ്. അതിൽ ഇന്ദിരാഗാന്ധി ആ കാറ്റഗറിയിൽ പെടും. ഇന്ദിരാഗാന്ധിയുടെ തുടക്കകാലത്തിൽ ഇതേപോലത്തെ ചില അപമാനങ്ങളൊക്കെ അവർ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. തമിഴ്നാട്ടിലെ ചീഫ് മിനിസ്റ്റർ ആയിട്ടിരുന്ന ജയലളിത ഈ കാറ്റഗറിയിൽ പെടും. അതുപോലെ ലേറ്റസ്റ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ന്യൂസിലാൻഡിലെ ജസിൻഡ ഭയങ്കര സെന്റിമെന്റൽ ലേഡിയാണ്. അവർ ഭയങ്കര ഇമോഷണലി വീക്കാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രൊപ്പഗണ്ട സൃഷ്ടിച്ച് അവരെ പദവിയിൽ നിന്ന് നീക്കം ചെയ്ത നാടാണ് ന്യൂസിലാൻഡ്. മെയിൽ ഡോമിനേഷനിൽ ഈ ഫീമെയിൽസ് കയറി വരാൻ വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ കയറി വരുന്ന ഒന്നോ രണ്ടോ ആൾക്കാരെയും ഇതേപോലെ സുഖിപ്പിച്ച് ഇല്ലാതാക്കി അങ്ങ് കളയുകയാണ്. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ ഇവിടെ പറയാനുള്ള കാരണം വെച്ചാൽ, അതായത് ഇനി ഇറ്റലിയിലെ അടുത്ത ഇലക്ഷൻ വരും. ആ വരുന്ന ഇലക്ഷനിൽ ഇറ്റലിയിൽ ജോർജിയ മെലോണിയുടെ ആ ഒരു മെജോറിറ്റി, ആ ഒരു പോപ്പുലാരിറ്റി, അപ്രൂവൽ റേറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇതൊക്കെ. ഇവരൊരു സ്മോക്കറാണെന്ന് അറിയിക്കണം,
ഇവരുടെ ചേഷ്ടകളെ ഇങ്ങനെ കാണിക്കണം. ഈ രീതിയിലാണ് ഒരു ഗ്ലോബൽ പൊളിറ്റിക്സിൽ ഒരു ചെറിയ ചേഞ്ച്. ഇതൊരു വ്യത്യസ്തമായ വാർത്തയാണ്, പക്ഷേ ഇത് അധികം ആരും ഇങ്ങനെ നോട്ടീസ് ചെയ്ത് പുറത്തുവിടാത്തൊരു വാർത്തയാണ്. പക്ഷേ എന്നാലും ഇത് വെസ്റ്റേൺ മീഡിയാസിലൊക്കെ അധികം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അത് ഇങ്ങനെ ജനങ്ങളെ പറ്റിച്ച് വോട്ടും മേടിച്ച് ജനസേവനം നടത്താൻ വേണ്ടി വന്നിരിക്കുന്ന ഉന്നത നിലയിലിരിക്കുന്ന ഈ നേതാക്കൾ കാണിക്കുന്ന, ഈ ലോക നേതാക്കൾ കാണിക്കുന്ന ചില കോപ്രായങ്ങൾ നിങ്ങളോട് പറയണം തോന്നിയതുകൊണ്ട് ഞാൻ ഈ വാർത്ത ഇതിവിടെ ചെയ്തതാണ്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.